നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളുടെ ചാനലിൽ വീണ്ടും ഞങ്ങൾ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ഞങ്ങളുടെ ചാനൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹീൽ ഓഫ് ന്യൂസ് മീഡിയ എന്നാണ് ചാനലിന്റെ പേര്. ഈ 3-4 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഷൂട്ട് തുടങ്ങിയത്. കാരണം കുറെ നാളുകൾക്ക് ശേഷം അങ്ങനെ ഇടുമ്പോ ആളുകൾ അത് വീണ്ടും അക്സെപ്റ്റ് ചെയ്യുമോ, വ്യൂസ് കുറയുമോ എന്നൊക്കെയുള്ള ഒരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എപ്പിസോഡ് 1 മില്യണിൽ മേളിൽ പോയി. എപ്പിസോഡ് 2 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 1.6 മില്യണോ എങ്ങാണ്ടായി. കുറച്ച് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ 1.6 മില്യൺ ആയിരുന്നു. ഒരുപാട് പേര് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, അവർ ചോദിക്കും നിങ്ങൾ എന്താ പഴയ പോലെ വീഡിയോസ് ചെയ്യാത്തത്, നല്ല നല്ല കണ്ടന്റ്സ് അല്ലേ നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആളുകൾ ഞങ്ങൾക്ക് തരുന്ന ആ സപ്പോർട്ട്, അതിന്റെ കൂടെ അവര് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഇടുന്നതെല്ലാം നല്ല നല്ല കണ്ടന്റ് ആണെന്നും. ഇപ്പൊ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾക്ക് ഇപ്പൊ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഈ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരു കൊച്ചു മോളുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് ഒരുപാട് ആളുകൾ അവളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൾക്ക് വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞാൽ മോളുടെ പെർഫോമൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. നല്ല രീതിയിൽ അവള് പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു. അപ്പൊ അതിനു മുന്നേ അവള് 1-2 ചെറിയ ആഡ് വർക്കുകൾ മാത്രമേ ആ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവളുടെ ഫസ്റ്റ് ആണ് ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. അപ്പം കുട്ടിയുടെ പേര് മീഘ എന്നാണ്. മീഘ എന്നാണ് മോളുടെ പേര്. കോട്ടയം പാല ആ ഭാഗത്താണ് അവളുടെ വീട്. അപ്പൊ ആ മോളെ ശരിക്കും സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നല്ല നല്ല കമന്റ്സ് പറഞ്ഞായിരുന്നു. നമുക്ക് വിഷമിപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ചെയ്ത ആ ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ് ആളുകൾ പറഞ്ഞത്. കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് പറഞ്ഞത്. നിത്യജീവിതത്തിൽ ഒരുപാട് പേരുടെ ലൈഫിൽ ചിലരൊക്കെ പറയുന്നത് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കഥയാണ്, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ടിന്റെ ലൈഫിൽ നടന്ന കഥയാണ് ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ സാമ്യമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോറിയാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചതെന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞ വിഷമമുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ലൊരു കണ്ടന്റുമായി വീണ്ടും കാണാം. ടാറ്റാ.